ഇപ്പോൾ യു ഡി എഫും ബി ജെ പിയും യു ഡി എഫ് നമുക്കറിയാം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ദില്ലിയിൽ കേന്ദ്രവീതം വെട്ടിക്കുറച്ചതിനെതിരെയൊക്കെ സമരം നടത്തിയിരുന്നു. യു ഡി എഫ് അതിൽ പങ്കെടുത്തിരുന്നില്ല. ബി ജെ പിയും വേറൊരു ലൈനാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഈ രണ്ട് പാർട്ടികളെ, അതായത് യു ഡി എഫ് ഒപ്പം തന്നെ എൻ ഡി എ, ഇവരിക്കാര്യത്തിൽ എടുക്കുന്ന സമീപനങ്ങളെ അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? രണ്ടുപേർക്കും എൽ ഡി എഫ് തോക്കണം. ഒരു പൊതു ആവശ്യമാണ് അവരുടെ. യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു മൂന്നാം തവണയും ഭരണം നഷ്ടപ്പെടാന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഏത് വിധേനയെങ്കിലും തോൽപ്പിക്കണം. ബി ജെ പിയെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ കണ്ണിലെ കരട ഈ ഇന്ത്യ രാജ്യത്തെ വർഗീയത എതിർക്കുന്ന പാർട്ടികളുണ്ട് ബി ജെ പിയുടെ. പക്ഷെ ബി ജെ പിയുടെ സാമ്പത്തിക നയങ്ങൾ അതിന് ബദലായിട്ടൊരു കാര്യം പറയുന്നത് കേരളത്തിലുണ്ട്. ആ കേരള സർക്കാർ പറയുന്നതൊക്കെ ചെയ്യാനൊന്നും പറ്റൂല, അതിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്ന് ചെയ്യാനും നോക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കേരളം അവർക്ക് സഹിക്കാവുന്നതിന്റെ അപ്പുറം അതെങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം. അപ്പോൾ രണ്ടുപേരും തമ്മിൽ ചില കാര്യങ്ങളിലൊക്കെ സഹകരണവും കാര്യങ്ങളും വരുന്നത് സ്വാഭാവികമാണ്. ഇപ്പൊ കേന്ദ്രത്തിനെതിരായിട്ട് കർണാടക അവിടെ പോയി സമരം ചെയ്തു, ഡൽഹി പോയി സമരം ചെയ്തു, എല്ലാവരും സമരത്തിലുണ്ട്. അന്ന് യു ഡി എഫ് ഒന്ന് കേരളത്തിന്റെ ആവശ്യമെന്ന് പറഞ്ഞു വരാ, വന്നില്ലല്ലോ. എന്തുകൊണ്ട് വന്നില്ല? അപ്പോ ബി ജെ പി കേരള സർക്കാരിനെതിരെ സാമ്പത്തിക ഉപരോധം നടത്താൻ വേണ്ടി ചില വേലകൾ കാണിക്കുന്നു. തരാനുള്ള വായ്പ തരുന്നില്ല, തരാനുള്ള സാമ്പത്തിക സഹായം തരുന്നില്ല. യു ഡി എഫ് ഇതൊരു അവസരമായിട്ടാണ് കാണുന്നത്. ഈ സർക്കാരൊന്ന് വിഷമിക്കട്ടെ, പെൻഷൻ കൊടുക്കാൻ പറ്റാതാവണം. അത് തമ്മിലുള്ളൊരു പൊതുധാരണമാണ്. അല്ലാതെ ഇവര് തമ്മിൽ ഐക്യമുന്നണിയാണെന്നൊന്നും ഞാൻ പറയില്ല. ഈ പണി നടക്കുന്നുണ്ട്. അപ്പൊ ശത്രുവിന്റെ ശത്രുമിത്രം എന്നുള്ളൊരു തത്വപ്രകാരം ഇവര് തമ്മിൽ ഇപ്പൊ കൈകോർത്ത് നടക്കുക. ഇതൊക്കെ ചില മണ്ഡലങ്ങളിൽ വല്ല സാധനത്തിലേക്ക് വരും എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണണം.